എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ബിഗ് ബോസ് കണ്ട ഞാൻ ചിരിക്കുകയും ചെയ്ത് കരയുകയും ചെയ്ത് ദേഷ്യവും വന്നു. കാരണം എന്ന് വെച്ചാല് ഒരു പ്രത്യേക പാർട്ടിക്ക് മാത്രം ഇവർ ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? അത് എന്താന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മൾ ഓരോ ആൾക്കാരും നമ്മുടെ ബിഗ് ബോസ് എവിക്റ്റ് ആയി പോകുമ്പോഴേക്കും അവരെ ഒരിക്കലും നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ഹൗസിലെ മെമ്പേഴ്സിനെ കാണിക്കാറില്ല. പക്ഷെ ഇവിടെ കാണിച്ചു, തെറ്റ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജാസ്മിനും ഗബ്രിയും പോകുന്ന സമയത്ത് അവർക്ക് പ്രത്യേക ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നു. അവിടെ അവർക്ക് പ്രത്യേക ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു. ഇന്നെന്റെ കൂടെ ഉള്ളത് എന്റെ ഒരു സുഹൃത്തും വഴികാട്ടിയായിട്ടുള്ള ഒരാളാണ്. അപ്പൊ പുള്ളിയുടെ ഇവിടെ ചോദിക്കാം. ഓക്കെ, എന്താണ് പറയാനുള്ളത് ആ ഒരു കാര്യത്തെ പറ്റിയിട്ട്? ഈ എവിക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു ഡ്രാമ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇങ്ങനെ ഒരു ഡ്രാമ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജാസ്മിന് കുറച്ചുകൂടെ സപ്പോർട്ട് പുറത്ത് കുറവാണ്. അപ്പൊ ജാസ്മിന് സപ്പോർട്ട് പുറത്ത് കുറവായതുകൊണ്ട് ജാസ്മിന് ഇത്തിരി സപ്പോർട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള ഡ്രാമ കാണിച്ചെന്ന് ഇപ്പം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ജാസ്മിന് ഇത്തിരി സപ്പോർട്ട് കുറവാണ്. അത് ഇത്തിരി ഹൈപ്പ് ഇത്തിരി കൂട്ടണം, ഇത്തിരി കരയിപ്പിക്കണം. അതിന് വേണ്ടി മനഃപൂർവ്വം ചെയ്ത കാര്യമാണ്. ഇന്ന് വരെ ഒരാൾക്ക് പോലും കൊടുക്കാത്ത ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു എവിക്ഷനിൽ ഇവർ നടപ്പാക്കിയിട്ടുള്ളത്. അതിന് ജാസ്മിനും ഗബ്രിക്കും പ്രത്യേകം പോയി ഇരിക്കാനും അവരുടെ കാര്യങ്ങൾ പറയാനും ഉള്ള ഒരു സ്പേസ് കൊടുത്തിട്ട് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ അൻസിബയ്ക്കും ഋഷിക്കും കൊടുത്ത അതായത് ഒരു പേരിന് വേണ്ടിയിട്ട്. അല്ല, ബിഗ് ബോസിന് അറിയാമല്ലോ ഗബ്രിയാണ് പോകുന്നത്, അവർക്ക് ടീമിന് അറിയാം. അപ്പം അവർക്കൊരു പോയിരിക്കാൻ സ്ഥലമല്ലേ, അവിടെ പോ ഇരുന്നോട്ടെ, അവർ കുറച്ച് നേരം സ്ഥലം വിൽക്കുന്ന സ്ഥലത്ത് പോയിരുന്നോട്ടെ, അതിന്റെ കൂട്ടത്തിൽ അവനിരുന്നോട്ടെ. അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഇത് നേരെ തിരിച്ചാണെന്നിരുന്നെങ്കിൽ അവിടെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവും. സാധാരണഗതിയിൽ എല്ലാവരും എവിക്റ്റായി പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെറിയ സെറ്റപ്പ് ഗെയിം ഒരുക്കും, അങ്ങ് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞു ഇവിടെ ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് വിയോജിപ്പുണ്ട് ആ ഒരു കാര്യത്തിൽ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നമ്മളെ പുറത്തുള്ള ഈ ഗബ്രി ജാസ്മിൻ ഹേറ്റേഴ്സ് ഉറപ്പായിട്ടും ഇപ്പം ഗബ്രി പോയി കഴിയുമ്പോഴത്തേക്ക് ഈ സിമ്പതിയുടെ പുറത്ത് നമുക്ക് ഇവിടെ ഈ ജാസ്മിന് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ ഒരു കാരണം മുൻനിർത്തിയാണ് ഈ ബിഗ് ബോസ് ഇങ്ങനെ കളിച്ചേക്കുന്നത്. ജാസ്മിന് ഇനിയും സപ്പോർട്ട് വേണം, പുറത്തുള്ള ആൾക്കാർ ഇനിയും സപ്പോർട്ട് വേണം. പുറത്ത് ഒരുപാട് പേര് ഇവർക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ട്, ഇവരെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു നെഗറ്റീവ് സംസാരം ഇവർക്ക് പോസിറ്റീവായിട്ട് മാറ്റണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇവിടെ ഗബ്രിക്കും ഈ ജാസ്മിനും ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായി കൊടുത്തത്, അല്ലെ? അതല്ലേ? അങ്ങനെ തന്നെയാണ് നടന്നിരിക്കുന്നത്. ജാസ്മിൻ ഒന്ന് കരയണം, ജാസ്മിൻ ഒന്ന് കരയിപ്പിച്ച് പുറത്ത് കുറച്ച് പോസിറ്റീവ് ആക്കി എടുക്കാൻ കൊണ്ടുവരാം. അങ്ങനെ ഒരു ഇതാണ് ഇന്ന് നടന്നത്. അങ്ങനെ തന്നെയാണ്. അതിനുശേഷം എവിക്റ്റ് ആവുന്ന സമയങ്ങളിൽ ഈ ഗബ്രി നമ്മുടെ സേവായിട്ടുള്ള നമ്മുടെ ഋഷിയും അൻസിബയും സേവായി പോയതിനു ശേഷം ഗബ്രിയും ജാസ്മിനും കൂടി നമ്മുടെ ആക്ടിവിറ്റി റൂമിൽ വരികയാണ്. അവിടെ വെച്ചിട്ടാണ് അവർ അവിടെ കാണിച്ചു കൂട്ടി അവര് റൊമാൻറ്റിക് ആയിട്ടുള്ള സന്ദർഭങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ TV കാണിക്കുന്നവര്. അങ്ങനത്തെ ഒരു ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അതെന്തിനാ അങ്ങനെ ആർക്കും കൊടുക്കാത്തൊരു സംഭവം എന്തിനാണ് ഈ ഗബ്രിക്കും ജാസ്മിനായിട്ട് പ്രത്യേകമായിട്ട് അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കേണ്ടത്? ജിൻഡോയും ജാൻമണിയും പോയിട്ടുണ്ടായിരുന്നല്ലോ, അവരെന്തുമാത്രം നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അവർക്ക് അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടായിരുന്നു. അതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് തന്നെയാണ്. അവരൊന്ന് ഹൈപ്പറ്റി കൂട്ടി വെക്കണം, അത് തന്നെയാണ് ഉദ്ദേശം. ജാസ്മിന് കപ്പ് ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ TV ഇട്ട് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും പേര് പുറത്ത് കാണുന്നതാണല്ലോ. ചോറ് തിന്നുന്ന മലയാളികളാണെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ് ഇതൊക്കെ. ഇങ്ങനെയുള്ള ഈ സന്ദർഭങ്ങൾ അത് കരച്ചിൽ അഭിനയിക്കുന്നു, കരച്ചില് പോയി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പറ്റുന്നില്ലെന്നൊക്കെ പറയുന്നു. അതൊക്കെ ഭയങ്കര അഭിനയിക്കുന്നത് എന്ന് പറയരുത്. അവർ രണ്ടുപേരും അതിനകത്ത് എങ്ങനെയാണ് നിന്നത് അതുപോലെ തന്നെ അവരെ സ്നേഹബന്ധത്തിൽ കരച്ചിൽ അഭിനയിക്കുന്നത്. അതൊക്കെ റോങ്, അത് റോങ്, അത് അങ്ങനെ പറയാൻ പാടില്ല. കരച്ചിൽ അഭിനയിക്കുന്നില്ല, അതൊക്കെ ഒറിജിനലായിട്ട് കരച്ചിൽ അഭിനയിക്കുന്നൊന്നുമല്ല, ഒറിജിനലായിട്ട് വന്നിട്ടുള്ളത് തന്നെയാണ്. ജാസ്മിൻ അവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് വെറും ഉടായ്പാണ്. ഇങ്ങനത്തെ ചിലപ്പോൾ സ്നേഹം ഉണ്ടായിരിക്കും, സ്നേഹം ഉണ്ടായിട്ടുള്ള കരച്ചിൽ തന്നെയാണ്. അടുത്ത് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് പോകുമ്പോഴത്തേക്ക് അത് എങ്ങനെ ജാസ്മിന്റെ ഒരു പ്രകൃതം വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണിക്കാനുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. അവിടെ ചുമ്മാ അങ്ങ് കരച്ചിൽ അഭിനയിച്ച് അതല്ല, അത് റോങ് ആണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് നല്ല മനസ്സ്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളതും അവൾ പുറത്ത് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശമുള്ള കാര്യം നമുക്കറിയാം. ഞാൻ ഈ കാര്യം ആദ്യമേ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ ബിഗ് ബോസ് കണ്ടതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നിയ ഒരു കാര്യം ഒരു സെഗ്മെന്റ് ആയിരുന്നു ഈ ഒരു എവിക്ഷൻ സെഗ്മെന്റ്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര അതിർത്തി ഉള്ളതാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ കാരണം. ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ആദ്യം വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ആദ്യം പറയുള്ളൂ. പക്ഷെ ഞാൻ അതിലോട്ടൊന്നും പോവാതെ നേരെ വന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞത് എനിക്ക് അത്രയ്ക്കും ഒരു രോഷാകുലനായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വർത്തമാനം അങ്ങോട്ടൊന്നും പോവാതെ ഇതിലോട്ട് അങ്ങനെ തന്നെയാണ് ഇന്ന് ചെയ്തതും. ആർക്കും കൊടുക്കാത്ത സംഭവങ്ങളെല്ലാം ഇവർക്ക് പ്രത്യേകം അവിടെ ലാലേട്ടനെ അവിടെ കൊണ്ടുവന്നിട്ട് അവര് ആ വീട്ടിനകത്ത് വിളിച്ച് കാണിക്കുക. അത് ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല, ഇങ്ങനെ എന്തിനാ? കുറച്ചും കൂടെ ജാസ്മിൻ അറിയട്ടെ, അതിൽ കുറച്ച് കിട്ടുമെങ്കിൽ കിട്ടട്ടെ. നിങ്ങൾക്ക് ഇത് പുറത്ത് നിങ്ങൾ പവർ റൂമിൽ നിന്ന് പോയത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ? അതൊന്നും ലാലേട്ടൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. വേറെ ആരും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് റെഡിയായി വരില്ലായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, എന്തിനു നിങ്ങൾ അതൊക്കെ ആരും ചോദിച്ച കാര്യം? അങ്ങനെ ചെയ്യേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. എന്തിനാണ് വെറുതെ പുറത്തുള്ള ആളുകൾ നെഗറ്റീവ് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് മാറ്റിയിട്ട് ആ പോസിറ്റീവ് വോട്ടുകൾ ജാസ്മിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ബിഗ് ബോസിന്റെ തന്ത്രം മാത്രമാണെന്നാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. എനിക്ക് അത് മാത്രമേ
എനിക്കെന്നല്ല ഈ ചോറ് തിന്നുന്ന മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു സ്ട്രാറ്റജിയാണ് ബിഗ് ബോസ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ രണ്ടുപേരുടെ നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് മാറ്റി ആ പോസിറ്റീവിനെ വോട്ടുകളാക്കി മാറ്റിയിട്ട് ജാസ്മിന് എത്തിച്ചു കൊടുക്കുക, ജാസ്മിനും കപ്പ് കൊണ്ട് പോവുക. ഇതാണ് ബിഗ് ബോസിന്റെ ഇപ്പൊ എടുത്തത് ഒരു തന്ത്രം. അത് എല്ലാ മലയാളികളും പറ്റിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ഇത്തിരി ബുദ്ധിയുള്ളവന്മാരെ കണ്ടുപിടിക്കും, അത്രേ ഉള്ളൂ. ബുദ്ധിയുള്ളവർ കണ്ടുപിടിക്കും, അങ്ങനെയല്ല. അത് അതിന്റെ രീതിയിൽ അവർ പറഞ്ഞങ്ങ് പോയി. അവർക്കറിയാം എന്താണ് പുറത്ത് നടക്കാൻ പോണത് എന്താണെന്നല്ലേ, എല്ലാവർക്കും അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്ന ഒരു സെഗ്മെന്റ് ആയിരുന്നു ഈ ഒരു എവിക്ഷൻ സെഗ്മെന്റ്. എവിക്ഷനിൽ ഒരു ഉറപ്പായിട്ടും ഈ ഗബ്രി പോകേണ്ട ഒരു കാര്യമില്ല. കാരണം ഗബ്രി നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ജാസ്മിനും പറയുന്നുണ്ട് ഗബ്രി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ്, ജാസ്മിനെക്കാളും 4 മടങ്ങ് രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളാണ്, ഗെയിം പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ പോയി എന്നുള്ള കാര്യം ജാസ്മിൻ തുറന്നു പറയുന്നുണ്ട്. ഗബ്രി ഇപ്പൊ പോകേണ്ട ഒരാളെ അല്ല. ഗബ്രി ഉണ്ടെങ്കിലേ ജാസ്മിനും ഉള്ളൂ. ജിൻഡോ ആയാലും അവിടെ നിൽക്കുന്ന ആരായാലും ഈ നെഗറ്റീവ് വെച്ച് വളർന്നു വന്നവരാണ് ജിൻഡോയും മറ്റാളുകളും. അവർക്കെല്ലാം പോസിറ്റീവ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഗബ്രി ഒരു പ്രധാന കണ്ണി തന്നെയാണ്. ഇപ്പം ഈ പറഞ്ഞു വിട്ടതിന്റെ പ്രധാന ഉദ്ദേശം ജാസ്മിന് ഇവൻ പോയാലേ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജാസ്മിന്റെ ഗെയിം വീണ്ടും നെഗറ്റീവിലോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ഗബ്രി പോയാലേ ജാസ്മിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയുള്ളൂ. ജാസ്മിന് പുറത്ത് എന്താണോ ആയിരുന്നത്, പുറത്ത് ചിലപ്പോൾ അവർക്ക് പുറത്ത് വേറെ സെറ്റപ്പ് പോലും ഉണ്ടായിരിക്കാം, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ ഗബ്രി പോയാലേ ഈ ജാസ്മിന് സ്വതന്ത്രമായിട്ട് കളിക്കാൻ പറ്റുള്ളൂ. സ്വതന്ത്രമായിട്ട് കളിച്ച് ഈ ഗബ്രിന്റെ വോട്ടും അല്ലെങ്കിൽ ഈ സിമ്പതി വോട്ടൊക്കെ ഇവർക്ക് ശേഖരിച്ച് ജാസ്മിൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ ഇന്നത്തെ എവിക്ഷൻ നടന്നത്. എനിക്ക് ഈ എവിക്ഷനിൽ പൂർണ്ണമായിട്ട് വിയോജിപ്പുണ്ട്. പക്ഷേ ഇവിടുന്ന് എവിക്ട് ചെയ്ത് പോകേണ്ട ഒരാളായിരുന്നില്ല ഗബ്രി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനും. ഗബ്രി ഇപ്പോൾ പോവേണ്ട ഒരാളല്ലായിരുന്നു. ഗബ്രി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഗെയിം മുന്നോട്ട് തരുന്ന ആളാണ്. പക്ഷേ ജാസ്മിന് കൂടുതലും ഗബ്രി അവിടെ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. ആ ജാസ്മിനെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഗബ്രി ഇന്നിപ്പോ പുറത്താക്കി, അത്രേ ഉള്ളൂ കാര്യം. അതിനുശേഷം നടന്നത് ഞാൻ ഇനിയിപ്പോ നമുക്ക് ആ ഒരു വിഷമത്തിന്റെ അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ ഒരു സംഭവം കഴിഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് ചിരിക്കാനുള്ള കാര്യമാണ്. പക്ഷെ ഇനി വരുന്നത് കഥ പറച്ചിലാണ്. ഈ കഥ പറയാൻ നേരത്ത് നമ്മുടെ അപ്സരയോടാണ് ബിഗ് ബോസ് കഥ പറയുന്നത്. അപ്സര ഏകദേശം ഒരു 3/4 ഭാഗം ക്ലിയർ ആയിട്ട് സംസാരിച്ച് അടുത്ത ആളിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഏൽപ്പിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ചിരിക്കാൻ വകയുള്ള ഒരു കാര്യമായിരുന്നു ആ ഒരു കഥ പറച്ചിൽ സെഗ്മെന്റ്. പക്ഷെ അതില് നമ്മുടെ ശരണ്യ വന്ന് ആകെപ്പാടെ കഥയെ മാറ്റി തിരിച്ച് മറിച്ച് കുഴച്ച് അവസാനം 2 വരി കൊണ്ട് നിർത്തി കഥ. അതൊക്കെ അത് ഭയങ്കര ഒരു ട്വിസ്റ്റാണ് അവിടെ ശരണ്യ. എന്താണെന്ന് അറിയാം, അവസാനം ഛർദിലിൽ വരെ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാം. അത് അതിന് മുമ്പുള്ള 2-3 പേര് നല്ല രീതിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. പക്ഷെ ശരണ്യ അവിടെ ഒന്ന് ടിസ്റ്റാക്കി, പിന്നെ നമ്മൾ അൻസിബ ഒന്ന് ടിസ്റ്റാക്കി. എന്ത് കാര്യം നല്ല രീതിയിൽ നല്ല ഒരു എൻജോയ്മെന്റ് ആയിരുന്നു, നല്ല ഇരിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയായിരുന്നു. അതെ, ആ ഒരു നല്ലൊരു കഥയും കൊള്ളായിരുന്നു. എന്തോന്ന് നമ്മുടെ ശാരദ തുണി കഴുകൊണ്ടുവന്നപ്പോഴത്തേക്ക് ബസ് എന്നൊക്കെ അതിൽ ഗബ്രി വന്ന കോമഡി. ഇപ്പം തുഷാരെ പൂമ്പാറ്റ ബസ്സിലെ കിളിയെന്നാ ഉദ്ദേശിച്ചത്, ബസ്സും കൊണ്ട് വന്നു ശാരദത്ത് അലാവി പറയാനായിട്ട് ഗബ്രി പറയുന്നത്. അതാണ് ലോകത്തിന്റെ ഏറ്റവും ജാസ്മിനാണ്. ജാസ്മിന് ആ പൂമ്പാറ്റ ബസ്സിലെ കണ്ടക്ടറൊക്കെ അതൊക്കെ വിട്ട് വന്നിട്ട് ബസ്സായിട്ട് വന്നിട്ട് പിന്നെ 12 മക്കളായി, 24 പേരക്കുട്ടികളായി, പിന്നെ അവർക്ക് ഛർദിലായി, വകയായി. ചിരിക്കായി എവിടെ പോട്ടെ. ഇന്നത്തെ ബിഗ് ബോസ് ചിരിക്കാനാണെങ്കിൽ ഒരുപാട് ഞാൻ സത്യം പറയും ചിരിച്ചിരിച്ച് മരിച്ച ഒരു കാര്യമാണ് ഇന്നത്തെ ആ കഥ പറച്ചിൽ റൗണ്ട് എന്ന് പറയുന്നത്. അതിന് മുന്നേ എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഗബ്രിയോട് ഇവര് പവർ റൂമിൽ നിന്ന് മാറാൻ പറഞ്ഞല്ല, പുള്ളിക്കാരൻ സ്വയമേ മാറിപ്പോയതാണ്. ഗബ്രിയും നമ്മളെ ഋഷിയും സ്വയമേ മാറിപ്പോയതാണ്. പക്ഷെ അത് ഭയങ്കര അടിയായി പുള്ളിക്കാരനോട് ആരുടെ ചോദിക്കുന്നുണ്ട് തെറ്റാണോ ശരിയാണോ ശരിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനോടൊന്നും വലിയ പാവം പുള്ളിക്കാരൻ അറിഞ്ഞില്ല. കട്ടകാലം പിടിച്ച സംഭവം ചെയ്യുന്നത് ഗബ്രിത അതില് അനുഭവിച്ചു. ഞാൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് തെറ്റായി പോയോ അതൊന്നും ഒരു കുഴപ്പമില്ല. പ്രേക്ഷക വിധി തേടാൻ പോയത് തൂക്കിയെടുത്ത് വിളിക്കണം. അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മളെ പവർ ടീം എങ്ങനെയുണ്ട്, നമ്മളെ ഇപ്രാവശ്യത്തെ പവർ ടീം എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ അഭിപ്രായത്തിൽ പവർ ടീം വെറും ബേസ്റ്റ് ടീമാണെന്ന് ഞാൻ പറയുള്ളൂ. പവർ ടീം ഒട്ടും കൊള്ളൂലായിരുന്നു തന്നെ, അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അവര് കൊണ്ടുവന്ന ഒരു കാര്യം ഇപ്പൊ പവർ എന്ന് പറയുമ്പോഴേ തന്നെ അതൊരു പവറാണ്. അവർ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു പവർ ടീം ആയിരുന്നു ഇപ്രാവശ്യത്തെ പവർ ടീം. എനിക്ക് അതിൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഒരു ഉടായ്പ ടീം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാൻ കൽപ്പില്ലാത്തൊരു ടീമായിരുന്നു പവർ ടീം. എനിക്ക് ആ ഒരു കാര്യം തന്നെയാണ് അവിടെ ഗ്രൂപ്പിൽ അവിടെ ഹൗസിൽ എല്ലാവരും പറയണത്. പവർ ടീമിന്റെ പവർ അത്ര ഉപയോഗിക്കാൻ പറ്റില്ല. വേറൊരു കാര്യത്തിലാണ് എനിക്ക് ഒരു അതിശയം തോന്നിപ്പോയത്. നമ്മളെ മറ്റേ ടാസ്ക് ഉണ്ടല്ലോ, ആ ടാസ്ക് പേരെന്തോ, മറ്റേ വെടിവെപ്പും ബോംബരും ടാസ്ക്. ആ ടാസ്കിൽ ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്ത ആൾക്കുള്ള ഒരു പ്രതിമ കൊണ്ടുവന്നു. അതായത് നോറ തന്നെ പറയുന്നുണ്ട് ഇതിൽ സംസാരിച്ചാണെങ്കിൽ എനിക്ക് കിട്ടുമെന്ന്. നോറ തന്നെ അങ്ങനെ പറയാനോ, നോറയ്ക്ക് അത് കിട്ടില്ല എന്നൊരു ഉറപ്പുണ്ട്. എന്ത് കാര്യം കൊണ്ടാണ് എന്തോ നോറക്ക് കൊണ്ടുവന്നത് കൊടുത്തത്? നോറ തന്നെ ഞെട്ടിപ്പോയിരിക്കുന്നത്. എന്ത് കാര്യം കൊണ്ടാണ് ഇത്? അത് നല്ല സൂപ്പറായിട്ട് നമ്മൾ ഋഷി ചെയ്തായിരുന്നു. എന്തിനാണ് ഇങ്ങനെ കാണിക്കാൻ? നോറ വീണ്ടും ചെയ്യുന്ന എല്ലാം ശരിയാണ്. നോറ സംസാരം വീണ്ടും കൂട്ടി എന്തോ എനിക്കറിയാം എന്തിനാണ് ഇത് വീണ്ടും ഇങ്ങനെ ചെയ്തത്. നോറയ്ക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. നോറ തന്നെ പറയുന്നത് എനിക്ക് പറയുന്നുണ്ടത്.
പക്ഷെ ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജിൻഡോ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു, അങ്ങനെ ജിൻഡോയ്ക്ക് ഒരു സെറ്റപ്പ് പരിപാടി കൊടുത്തു കേട്ടോ. അല്ലല്ല, എനിക്ക് അതിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ജിൻഡോ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ജാസ്മിൻ കഴിഞ്ഞ ആഴ്ച എന്താണ് ലാലേട്ടൻ പറഞ്ഞിട്ട് പോയത്, ജിൻഡോയും ജാസ്മിനെയും കുക്കിംഗ് ടീമിൽ ഇടണമെന്ന്. അപ്പം അവരെ ടീം ഇട്ടപ്പോഴത്തേക്ക് കഷ്ടപ്പെട്ട അൻസിബ വീണ്ടും കിച്ചൺ ടീമിലോട്ട്, കഷ്ടപ്പാടിന്റെ കൂടെ വീണ്ടും കുറച്ച് കഷ്ടപ്പാട്. അതെന്തോ നിയമമാണ് അത്? ഈ ലാലേട്ടൻ ഇപ്പൊ വന്നപ്പോ ഒന്ന് ചോദിക്കുമായിരുന്നു, അങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. ജാസ്മിൻ അതല്ല, നമ്മൾ അൻസിബ അത് എടുത്ത് പറയുകയും ചെയ്ത് തന്നെ ഇത് ഇടലെന്ന് ലാലേട്ടൻ ഉപയോഗിച്ച് പറയുകയും ചെയ്തിട്ട് പോലും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ പോയി. വീണ്ടും വീണ്ടും കിച്ചൺ ടീമിലോട്ട് വരണം. അവർ ചെയ്തില്ല നേരത്തെ അവരെ വീണ്ടും അവരെ ഇടട്ടെ. അല്ലാതെ വീണ്ടും എന്തിനാണ് അൻസിബേനെ മാറ്റണമായിരുന്നു, വേറൊരാളെ കൊടുക്കണമായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ മറന്നുപോയി. നമ്മുടെ ഗബ്രി പോയ സമയത്ത് അവൻ പുറത്ത് ലാലേട്ടന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ ഗെയിമെല്ലാം വിട്ടു, ഗെയിമെല്ലാം അകത്ത് കളഞ്ഞിട്ട് ഞാൻ ഇപ്പൊ പോണത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ജാസ്മിനെ ഒഴിവാക്കി, ജാസ്മിന്റെ പേര് പോലും ബാക്കി എല്ലാവരുടെ പേരും പറഞ്ഞിട്ടും നമ്മുടെ ജാസ്മിന്റെ പേര് പറയാതെ പോയതിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ അതിന്റെ പടി കടന്നതോടെ ജാസ്മിനുമായിട്ടുള്ള ബന്ധവും കളഞ്ഞു തന്നെയാണ് അവൻ പറഞ്ഞിട്ട് പോണത്. അതിനകത്ത് നിൽക്കുന്നിടത്തോളം മതി നിന്ന എന്നൊരു ഉദ്ദേശം തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ട് പോയത്. അതോടെ അത് കളഞ്ഞു, എല്ലാം സെയിം ആണ്. ഞാനിപ്പം നോർമലായിട്ട് പുറത്ത് പോകുന്ന ഒരാളാണ്. ഇനി അതിനകത്തുള്ള ഒരു സംഭവം കൂടി എനിക്ക് വെച്ച് നടത്താൻ പറ്റൂല എന്റെ ജീവിതം. ആ ഒരു കാര്യത്തിൽ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഇവരുടെ അത് അങ്ങനെ ചെയ്യുന്നത് വളരെ മോശം. നിന്നിട്ട് ഇങ്ങനെ ഒരു ഇത് നിന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഒരു വാക്കിങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളായിരുന്നാലും ഇങ്ങനെ സംഭവിക്കും. ഭയങ്കര രീതിയിൽ അപ്സെറ്റ് ആവും, ഭയങ്കര ഇമോഷണൽ ആയിട്ട് അങ്ങ് താഴ്ന്നു പോകും. ഒരു പേരെങ്കിലും എടുത്ത് പറയേണ്ടതാണ്. ഇപ്പൊ എത്ര ഇവര് ഗെയിം മറ്റതാണ് മറിച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ ഇവര് അകത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ പോലും ഒരാളെ പേരെടുത്ത് വിളിച്ച് സംസാരിച്ചില്ലെങ്കിൽ അവർ ഇത്രയും പേരെ പറയുമ്പോ ആ ഒരു പേര് മാത്രം ഒഴിവാക്കി പോണത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഗബ്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന് നമ്മളെ റസ്മിൻ സപ്പോർട്ട് ചെയ്ത അവന് വിഷമമായോണ്ടായിരിക്കും, നിന്റെ പേര് പോലും പറയാതെ പോയി. അവിടെ ഡിസേബിൾ അല്ലാത്ത ഇഷ്ടംപോലെ പേരുണ്ട്. ഡിസേബിൾ അല്ലാത്ത ഇഷ്ടംപോലെ പേരുണ്ട്. പക്ഷേ പോകേണ്ട ആളല്ലായിരുന്നു. ആ റസ്മിനെയൊക്കെ എടുത്ത് കളയേണ്ട. റസ്മിൻ, നന്ദന, സായിനെയൊക്കെ എന്തിനാണ് അവിടെ എടുത്ത് എനിക്കൊരു അറിവില്ല. സായിന് എന്തിനാണ് അവിടെ കൊണ്ട് വീണ്ടും കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്? അവനെ കൊണ്ട് ഒരു ഉപയോഗമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, അവൻ വന്നിട്ട് ഇപ്പൊ എത്ര 2-3 ആഴ്ച ഏകദേശം ആവാറായി. ഇതുവരെ ഒരു ചലനം ഉണ്ടാക്കാൻ സായിക്കുണ്ട്. പറ്റൂല. അവനെ കൊണ്ട് ഒന്നിനെ കൂട്ടിയെ കൂടൂല. ബി മെറ്റീരിയൽ അല്ല അവൻ. അവനെയൊക്കെയാണ് പുറത്തളയാനുള്ളത്. ഇതിൽ ഈ കളിക്കുന്ന ഒരാളെ പുറത്തളയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ പുറത്ത് കഴിഞ്ഞതിന്റെ ഒരു മെയിൻ കാരണം ആക്റ്റീവ് ആവും. ഒരു സംഭവം കൊടുക്കണം. പക്ഷെ എന്തോ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ ആക്റ്റീവ് ആവും. കാർ എടുത്തു കഴിഞ്ഞാൽ സായി പിന്നെ അതിനകത്തുള്ള ഗെയിം പ്ലാനിങ് ആയിരിക്കും കൂടുതലും സംഭവിക്കുന്നത്. പ്ലാനിങ് മൊത്തം പുറത്തു വരത്തില്ല, എല്ലാം പ്ലാനിങ് ആയി. ഒരു ആധികാരികം എന്തൊക്കെ ഭയങ്കര ചിന്തയും കാര്യങ്ങളൊക്കെയാണ്. കാണുമ്പോ എന്തോ ഒരു വലിയ കാര്യം പറയാൻ പറഞ്ഞാണ്. എന്താ ഒന്നുമില്ല, ദുഃഖമില്ല അതില്. ഇത്രയേ ഉള്ളു. അല്ല സായി, ഞാൻ ഇപ്പൊ 6 പേര് വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നത് സായി പറഞ്ഞുകൊണ്ട് എന്തോ കാര്യം വലിയൊരു സംഭവം നടക്കാൻ. സിബിൻ വളരെ നന്നായി കളിച്ചു. സിബിൻ അങ്ങനെ ഒരു തോട്ടോട് കൂടി അങ്ങനെ ഒരു നമ്മൾ കണ്ട ഒരാളല്ല. പക്ഷെ സിബിൻ സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ട്. ആ സിബിന്റെ ഒരു വില ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ആ ഒരു പവർ ടീമിന് ഇപ്പോഴും അത് റെഡിയാക്കിക്കൊണ്ട് ഒരൊറ്റ പവർ ടീം അത് റെഡിയാക്കിക്കൊണ്ട് ഇന്ന് വരാൻ പറ്റില്ല. സിബിൻ ടീമിന് വെരി ഗുഡ് ആണ് ഉറപ്പായിട്ട്. പക്ഷെ നമ്മുടെ സായിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് കൂട്ടിയെ കൂടൂലേ ബിഗ് ബോസ്. അവനെയൊക്കെയാണ് പുറത്ത് കളയേണ്ടിരുന്നത്. പക്ഷെ ഇത് നമുക്ക് ഇത് ജാസ്മിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരെ റെഡിയാക്കാനായിട്ട് ഗബ്രി ഒരു എന്താ പറയാ ഒരു ബലിയാടായി. അത്രേ ഉള്ളൂ. അത്രേ ഞാൻ പറയാനുള്ളൂ. അപ്പൊ ഞാൻ ഒരുപാട് ഇന്നത്തെ ബിഗ് ബോസ് പറ്റി പറയുന്നില്ല. കാരണം നിങ്ങളെല്ലാം കണ്ടാണല്ലോ. പറയാനുള്ളൂ, ഇന്നത്തെ ബിഗ് ബോസ് വളരെ മോശമായിരുന്നു. ഇന്നത്തെ ബിഗ് ബോസ് വളരെ മോശമൊന്നുമല്ല. ഇപ്പൊ ബിഗ് ബോസിനകത്ത് കാണിച്ചു കൂട്ടിയ കുറെ കാര്യങ്ങൾ മോശമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും ബൈ. അതിനു മുമ്പ് എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് മസ്റ്റ് ആയിട്ടും ചെയ്യണം. ആരും കമന്റ് ചെയ്യുന്നില്ല, കണ്ട് മടങ്ങി പോകുന്ന ആൾക്കാരേ ഉള്ളൂ. അപ്പൊ എല്ലാവരും കാണുക, മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെയും ബൈ. ബൈ പറഞ്ഞോ, ബൈ.